രുചി രുചി ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 2 റെസിപ്പിയാണ്. എത്രയും വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലാണ് ഇത് നിങ്ങൾക്ക് മുഴുവനും മനസ്സിലാവുകയുള്ളൂ. ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് മാവ്, ഇനി 1 ടേബിൾ സ്പൂണ് നമുക്ക് അരിപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് കലക്കിയെടുക്കാം. ഈ പരുവത്തിൽ നമുക്കെടുക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് ചെറിയ സ്പൂണ് കടുക് ഇട്ടു. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് സവോള അരി വെച്ച് കൊടുക്കാം. 2 പച്ചമുളക്, കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. രാവിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും എല്ലാവർക്കും നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് 1 തക്കാളി കട്ട് ചെയ്തിട്ട് വേണം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതാണ്. കുറച്ച് മഞ്ഞൾ, 1 നുള്ളു മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾക്ക് ഈ മസാല ഇതിലേക്ക് ചേർത്ത് വെക്കാം. നമുക്ക് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ആക്കി കൊടുക്കാം. നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം. അടുത്ത റെസിപ്പിയാണ് ഓണിയൻ ഊത്തപ്പം. അത് നമുക്ക് നോക്കാം. ഊത്തപ്പത്തിലേക്ക് വേണ്ട അരി, ഉഴുന്ന്, 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് നമ്മൾ കുതിർത്തി അതിനെ ഈ പരുവത്തിൽ മാവ് ആക്കിയെടുക്കണം. ഇനി നമ്മൾക്ക് അതിന് വേണ്ടതായ ചേരുവകൾ ചേർക്കാം. 1 സവോള കട്ട് ചെയ്ത് വെച്ചതാണ്, 1/2 ടീസ്പൂണ് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് 2 പച്ചമുളക്, 3-4 എണ്ണം വേപ്പില അരിഞ്ഞതാണ്. അത് നമുക്കിതിൽ ചേർക്കാം.
തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ മാവ് അതിലേക്ക് 3 കയ്യിലും മാവ് ഒഴിക്കാം. ചെറുതായി പരത്തി കൊടുത്ത് നമ്മുടെ ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അടി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് വേവിക്കാം. ഇത് നമ്മുടെ ദോശ മാവാണ്. അതുകൊണ്ട് നമുക്ക് ദോശയും ഉണ്ടാക്കാം, ഇതേമാതിരി ഓണിയൻ ഊത്തപ്പവും ഉണ്ടാക്കാം. നല്ലപോലെ നമുക്ക് അത് വേവിച്ചെടുക്കാം. നമ്മുടെ ഊത്തപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്.